അസ്സലാമു അലൈക്കും. ഒരു സുന്നത്താക്കപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നന്മ കിട്ടും. ഞാൻ വിശ്വസിക്കുന്ന നന്മ കിട്ടും. നമുക്കൊരു നന്മയുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ഒരാളുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തു. അയാളുടെ മഹഫറത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നൊരു നന്മ കിട്ടി. എനിക്ക് ആ ഒരു നന്മ തന്നെയാണോ ഞങ്ങളുടെ അവിടെ ആലഞ്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ആലഞ്ചേരി ഉപ്പ എന്ന് പറഞ്ഞൊരു ഉപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്യുമ്പോഴും ആ നന്മ തന്നെയാണോ എനിക്കിവിടെ കിട്ടുന്നത് എന്നെനിക്കൊരു സംശയമുണ്ട്. ഉത്തരം ഞാൻ പ്രതീക്ഷിക്കും. നാം പറഞ്ഞല്ലോ, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ വലിയ ഒരാൾ ഈ ലോകത്തില്ല. അത് സ്വന്തം നാട്ടിലെ അയൽവാസിയായ ഒരാൾ മരിച്ച് ആ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും മദീനത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലവും ഒന്ന് തന്നെ. ഖബറാളിയിൽ നിന്നല്ല ഇങ്ങോട്ടുള്ളത്. നമ്മൾ ആ ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ള സുന്നത്ത് ചെയ്യുമ്പോൾ അല്ലാഹു തആല പ്രതിഫലം നൽകും. അതാണ് നമ്മുടെ നാടുകൾ. ഇപ്പൊ ഇത് അജ്മീർ ഖാജ ഒരു പുസ്തകമാണ്. അജ്മീറിൽ ഇബ്രാഹിം ബാദ്ഷയുടെ ഖബറിങ്കിലേക്ക് ആളുകളെ കൊണ്ടുപോകാനും അവിടേക്ക് സിയാറത്ത് പാക്കേജുകളൊക്കെ സംഘടിപ്പിക്കാനും വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. ആണും പെണ്ണൊക്കെ ഒന്നിച്ചു പോകും. അവിടെ പിന്നെ ഫിത്നയൊന്നുമില്ല. പള്ളിയിൽ പോകുമ്പോൾ മാത്രമേ ഫിത്ന ഉണ്ടാകുള്ളൂ. അപ്പൊ അങ്ങനെ കച്ചവടം നടക്കുന്ന ഒരുപാട് ആളുകൾ അങ്ങനെ കൊണ്ടുപോകുമ്പോ ആ ഖബറുകളുടെ പൂർഷയും മറ്റുമൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളാണത്. ഒന്ന് അജ്മീർ ഖാജ, അതുപോലെ ഏറുവാട് ചരിത്രം, പിന്നെ നാഗൂർ വലി, പല സംഗതികൾ പലതുമുണ്ട്. ഇവിടേക്കൊക്കെ എന്തിനാ പോകുന്നത്? അവരുടെ ലക്ഷ്യം ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു കേട്ടോളൂ. എന്തിനാ അവിടേക്ക് പോകുന്നത്? ഏറുവാടി ഒരു പട്ടണമൊന്നുമല്ല. താമസിക്കാൻ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ഷെഡുകൾ എത്ര വേണമെങ്കിലും ഉണ്ട്. മനസ്സിൽ പലവിധ ഉദ്ദേശങ്ങളുമായി ഏറുവാടിയിൽ വന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും തങ്ങുന്നവരുണ്ട്. ഭ്രാന്ത്, അപസ്മാരം, ക്ഷയം, ക്യാൻസർ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി തേടി ആളുകൾ ദർഗയിലെത്തുന്നു. ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇബ്രാഹിം നബി അള്ളാഹിനെ പരിചയപ്പെടുത്തി. അള്ളാഹ് ആരാണ്? വൈദാ മരീദതു വഹുവ യശ്ഫീൻ. അള്ളാഹുവാണ് ഞാൻ രോഗിയായ എനിക്ക് ശിഫ നൽകുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹി ബിൽ ബാസ് യശ്ഫി അംദശാഫി. ഇപ്പോഴത്തെ ആളുകളുടെ അവസ്ഥ എന്താണ്? കുറെ കാലമായിട്ട് മാറാത്ത ഭ്രാന്ത്, കുറെ കാലമായിട്ട് മാറാത്ത അസുഖം. നേരെ ഏറുവാടിക്ക്, അജ്മീറിലേക്ക്, നാഗൂറിലേക്ക്. അവന്റെ ലക്ഷ്യം എന്താ? ഹൃദയം ലോലമാകല അല്ല. അവന്റെ ഭൗതികപരമായ ആവശ്യം നിറവേറ്റപ്പെടണം. പക്ഷെ ആ ആവശ്യം നിറവേറ്റിത്തരാൻ കഴിവുള്ളവനാരാം? അള്ളാഹുവാണ്. ഇവന്റെ വിശ്വാസം ഈ ഖബറാളി കാണും, എന്റെ അസുഖം മാറ്റിത്തരും. അത് ശിർക്കാണ്. ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയാണ്, ഏത് രോഗവും മാറ്റുന്ന ആശുപത്രി ഏത്? ഈ ഖബറ്. ഏത് രോഗവും മാറ്റുന്ന ആശുപത്രി, ഏതു കേസും തീർക്കുന്ന കോടതി അതാണ് ഏറുവാടി. പിശാചുബാധ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന രോഗങ്ങൾ, മാറാവ്യാധികൾ, ഭ്രാന്ത് തുടങ്ങിയ ഏതും ഏറുവാടി ദർഗാ ഷരീഫിൽ വെച്ച് സുഖപ്പെട്ടു മടങ്ങുന്നു. ഈ വിശ്വാസത്തോടുകൂടി ഒരുത്തം പോയാൽ അത് ശിർക്കാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. അജ്മീർ ഖാജ അവിടെയുള്ള ദർഗ പരിചയപ്പെടുത്തിയിട്ട് അതിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറയേണ്ടതിൽ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. വിഷയത്തിൽ ചുരുക്കപ്പതാണ്. ഈ പുസ്തകത്തില് ഇതിന്റെ 71-ാമത്തെ പേജില് അജ്മീർ ഖാജയുടെ ദർഗയുടെ ചുറ്റുമുള്ള കുറെ കുട്ടി ദർഗകൾ കാണാം. അപ്പൊ നമ്മളെ ഈ ബാംഗ്ലൂർ ഇപ്പൊ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വലിയ ദർഗ ഉണ്ടാവും, ചുറ്റും വേറെ കൂമുളച്ചമാതിരി വേറെ ചെറിയ ചെറിയ കുറെ വേറെ ഉണ്ടാവും. അപ്പൊ അതിന്റെ കൂടി പോർച്ച പറഞ്ഞാലേ അവിടുത്തെ പെട്ടിയിലും ആൾക്കാർ പൈസ ഇടുള്ളൂ, അവിടെയും പോയി തവാഫ് ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെ അജ്മീർ ഖാജയുടെ ദർഗ പരിചയപ്പെടുത്തുമ്പോ അവിടെയുള്ള വേറൊരു ദർഗനെ കുറിച്ച് പറയാണ്. 8, 9, 10, 11 ദർഗ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ 9-ാം നമ്പർ ദർഗ കേട്ടോളൂ. ദർഗാ ഷരീഫിന്റെ, അതായത് അജ്മീർ ഖാജയുടെ ദർഗാ ഷരീഫിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ഖബർ കാണാം. ഇത് ഒരു ഷഹീദിന്റെ ഖബറാണെന്നും അതിലുള്ള ഷഹീദ് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയത് കൊണ്ട് ഈ ഖബർ ഇപ്പോൾ ശൂന്യമാണെന്നും പറയപ്പെടുന്നു. ഇങ്ങനെ ഒരു മനുഷ്യന്മാരുണ്ട് ദുനിയാവിൽ. എന്നിട്ട് അവിടെയുണ്ട് പെട്ടി, ഓരായാലും കൊണ്ടുപോയി പൈസ ഇടും. അവിടെയാണ് മുണ്ട്, അതെടുത്ത് പുതക്കും മൂടും ചെയ്യും. അപ്പൊ തലക്കാലം ഖബറിന്റെ ഉള്ളിലത്തെ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്? എണീറ്റ് പോയിട്ടുണ്ട്. അതാരീ കാക്കാട് പറഞ്ഞത് ഞാൻ പോവുകയാണെന്ന്. പിന്നെ ഞാൻ അടുത്തത് കേട്ടോ. അദ്ദേഹം സ്ഥലം മാറാൻ പറയപ്പെടുന്ന കാരണം ഇതാണ്. ഉറൂസ് നടക്കുന്ന അവസരത്തിൽ ഒരു സ്ത്രീയും കുട്ടിയും പ്രസ്തുത ഖബറിനരികെ താമസമുറപ്പിച്ചു അത്രേ. കുട്ടി ഒരിക്കൽ ഖബറിന്മേൽ മൂത്രമൊഴിക്കുകയും ചെയ്തു. ഇത് കാരണമാണത്രേ ആ ഷഹീദ് അവിടെ ഒന്നും താമസം മാറ്റിയത്. അങ്ങോട്ട് പോകുന്നൂടെ? അങ്ങനെ പോകാൻ കഴിയുമെങ്കിൽ ഉള്ളിൽ കൂടെ തുറന്നു കളിക്കാൻ നിൽക്കണം. അത് വേറെ ജീവന്റെ സ്വഭാവം. മണ്ണിന്റെ ഉള്ളിൽ കൂടെ തുറക്കല്. അല്പം എണീറ്റ് പോകാൻ കഴിയും, ഇങ്ങോട്ടാ പോരേണ്ടത്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ വായിച്ചാൽ വിശ്വസിക്കുന്നു മനസ്സിലാക്കിയ ഉസ്താദുമാരാ കൂടെ ഉള്ളത്.
എന്നിട്ട് അജ്മീറിലേക്ക് പോകുക, അതിന് പ്രത്യേകമായ യാത്ര സംഘടിപ്പിക്കുക. അങ്ങനെ പോകാൻ തന്നെ പാടില്ല. ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്. പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് 3 പള്ളികളിലേക്ക് പോകാൻ പാടുള്ളൂ. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. അവിടെ നബിന്റെ ഖബർ എന്നുള്ളതല്ല ലക്ഷ്യം, ആ പള്ളി സന്ദർശിക്കുക എന്നുള്ളതാണ്. മദീനത്തിൽ എത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ ചെല്ലണം, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് തിരിച്ചു പോരണം. വേറെ ഒന്നും അവിടെ ഇല്ല. പ്രാർത്ഥിക്കുമ്പോഴോ ഖിബലന്റെ ഭാഗത്തേക്ക് തിരിയും വേണം. കാരണം ഖബർ ഖിബലിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് പോകുമ്പോഴും പ്രതീക്ഷ തന്നെയാ, ഞാൻ അള്ളാഹ് പഠിപ്പിച്ച ആ കർമ്മം ചെയ്യുന്നു, പ്രവാചകന് പഠിപ്പിച്ച സുന്നത്തിനെ നടപ്പിലാക്കുന്നു, അള്ളാഹു എനിക്ക് ഖൈർ തരണം, അള്ളാഹ് പ്രതിഫലം തരണം. അതല്ലാണ്ട് ഇവിടെ നിന്നൊന്നും ഖബറിനുള്ളിൽ ഇങ്ങോട്ട് പ്രതീക്ഷിക്കലല്ല. അതാണ് സമൂഹത്തിൽ വന്നു പോയ അബദ്ധം. ഇപ്പൊ പുത്തമ്പള്ളി ജാറം, എന്താ അതിന്റെ പരസ്യം? പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറം, മാറാ രോഗങ്ങൾക്ക് അത്ഭുത ഫലസിദ്ധി, പേപ്പട്ടി വിഷ നിവാരണം, പല പരസ്യങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പം വലിയ രോഗമുള്ള ആളുകൾ അങ്ങോട്ട് പോകും. അവിടെ തൊട്ടടുത്ത് കിൽക്കട്ട ജാറം, വേറെ ജാറുണ്ട്, സത്യം ചെയ്യാൻ വേണ്ടി മാത്രം സ്പെഷ്യൽ ജാറാണ്. ഓരോന്നിനും ഓരോരോ ജാറങ്ങൾ. അവിടെ വെളിയങ്കോട് ഒരു ഖബർ ഉണ്ടായിരുന്നു, അല്ല ഉണ്ട്. അവിടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു ഖബറിന്റെ മുമ്പിൽ. കഴിഞ്ഞ 4 മാസം മുമ്പ് ആ പെട്ടി കള്ളം കൊണ്ടുപോയി. ആ പെട്ടി എന്ത് പറ്റിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടും പ്രയാസവും നീങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ടുപോയിടുന്ന പെട്ടി. വീട്ടിൽ വല്ലതും കളവ് പോയാലും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അവിടെ കൊണ്ടുപോയിടുക. അവസാനം ആ പെട്ടി കാണാണ്ടായി. പോകുന്ന ആളുടെ വിശ്വാസം എന്ത്? ഇതാണ് പ്രശ്നം. ഇസ്ലാം പഠിപ്പിച്ച ഖബർ സിയാറത്തിൽ റബ്ബ് നൽകുന്ന പ്രതിഫലം പ്രതീക്ഷിക്കുക, അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് ചെയ്യുക എന്നുള്ളതല്ലാതെ അത് ഇന്ന ആളുടെ ഖബർ എന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചടക്കിയപ്പോ ആദ്യം ചെയ്ത പണി എന്താ? ഖാലിദ് ബിൻ വലീദിനെയും അലി ബിൻ അബി ത്വാലിബിനെ പറഞ്ഞയച്ചിട്ട് പൊന്തി നിൽക്കുന്ന ഏതൊക്കെ ഖബറുണ്ടോ സകലം നിരത്തണം എന്നാണ് മക്കം ഫത്തിന്റെ അന്ന് 1ാമത്തെ കൽപ്പന. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ കെട്ടിപ്പൊക്കലില്ല. ഖബറാളിയിൽ നിന്ന് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കലുമില്ല. കാര്യകാരണ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും.